ഉപഭോക്താക്കളില്ലെങ്കിൽ കച്ചവടക്കാർക്ക് സ്ഥാനമില്ല. അതുകൊണ്ട് തന്നെ ഈ രൂപത്തിലുള്ള കച്ചവടക്കാരെ തിരിച്ചറിയണം. മഹാത്മാക്കളുടെ ആത്മാക്കൾ ഈ രൂപത്തിൽ അന്തമില്ലാതെ പറന്നു നടക്കുകയല്ല. അതിന് മതം പഠിക്കണം, ദീൻ പഠിക്കണം, ഇസ്ലാം പഠിക്കണം. മഹാത്മാക്കളുടെ ആത്മാക്കളെ സംബന്ധിച്ച് എന്താണ് പ്രവാചകൻ പറഞ്ഞത്, എന്താണ് ഖുർആൻ പറഞ്ഞത്? ഒരു മനുഷ്യൻ മരണപ്പെട്ടാൽ ആ മനുഷ്യന്റെ ആത്മാവ് അത് ബർസഖിയായ ലോകത്താണ്, ബർസഖിയായ അവസ്ഥയിലാണ്. ഈ ലോകത്തു നിന്നുള്ള അവസ്ഥയിൽ അവർ മാറ്റപ്പെട്ടു. എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു. ലോകാവസാനം വരെ ബർസഖിയായ ഒരവസ്ഥയിലാണ് ആത്മാക്കളുള്ളത്. അല്ലാതെ തന്റെ അടുക്കൽ സിയാറത്തിന് വരുന്ന ആളിന്റെ മേക്കിട്ട് കയറാനും അവന്റെ ശരീരത്തിൽ കൂടാനും അതുപോലെ തന്നെ ആ ആത്മാക്കൾ കയറിയിട്ട് ആ ആളിന്റെ അല്ലെങ്കിൽ മരിച്ചുപോയ ആ മനുഷ്യന്റെ ആത്മാവ് ഇയാളുടെ ശരീരത്തിലൂടെ പ്രവർത്തിച്ചിട്ട് ആ ആത്മാവിനുള്ള എല്ലാവിധ പരിവേഷങ്ങളും ഈ വ്യക്തിയിലേക്ക് സന്നിവേശിക്കപ്പെടുന്ന ഒരു സാഹചര്യം മതം പഠിപ്പിക്കുന്നില്ല. മതം അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടു. പക്ഷേ റസൂലുള്ളാഹിന്റെ ആത്മാവ് പ്രവാചകന്റെ ഹബീബ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിലൂടെ കടന്നിട്ട് ഒരിക്കലും ഈ രൂപത്തിൽ അത്ഭുത പ്രതിഭാസവുമായി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കഴിച്ചുകൂട്ടിയ ഒരു സാഹചര്യമില്ല. മതത്തിൽ അതിന് തെളിവില്ല. എന്നാൽ മനുഷ്യന്റെ അന്ധത ചൂഷണം ചെയ്തുകൊണ്ട് കടന്നു വന്ന പൗരോഹിത്യം, ആ പൗരോഹിത്യം ജനങ്ങളോട് പറഞ്ഞു ആത്മാക്കൾ എന്ന് പറഞ്ഞാൽ അത് വലിയൊരു പ്രതിഭാസമാണെന്ന് മാത്രമല്ല, ആത്മാക്കൾ ഇങ്ങനെ ആകാശഭൂമണ്ഡലങ്ങൾ ചുറ്റി സഞ്ചരിക്കുന്നു എന്ന് മാത്രമല്ല, ഈ ലോകം തന്നെ അവരാണ് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ നമ്മുടെ സമസ്തക്കാർ പുറത്തിറക്കുന്ന റിസാലയിൽ പ്രത്യേകമായ ഒരു ചാർട്ട് തന്നെ പുറത്തിറക്കി. റിജാലുൽ ഗൈബ് എന്ന പേരിൽ. റിജാലുൽ ഗൈബ്, അദൃശ്യരായ ആളുകൾ. ആരാണ് ഈ അദൃശ്യരായ ആളുകൾ? അത് മരിച്ചുപോയ ആളുകളുടെ ആളുകളാണ്, അവരുടെ ആത്മാക്കളാണ്. അവരെല്ലാ ദിവസവും ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ കോൺഫറൻസ് നടത്തുകയാണ്. എന്തിനാ അവരുടെ കോൺഫറൻസ്? ലോകം എങ്ങനെ ചലിക്കണം എന്ന ചർച്ച അവിടെ നടക്കുകയാണ്. ആ ചർച്ചയുടെ ഭാഗമായിട്ടാണ് ഇവിടെ മഴ പെയ്യുന്നത്, ആ ചർച്ചയുടെ ഭാഗമായിട്ടാണ് ഇവിടെ സൂര്യൻ ഉദിക്കുന്നത്, ആ ചർച്ചയുടെ ഭാഗമായിട്ടാണ് ഇവിടെ സൂര്യൻ അസ്തമിക്കുന്നത് എന്ന് പഠിപ്പിക്കപ്പെടുന്നു. ഇവിടെ അങ്ങനെ പഠിപ്പിക്കപ്പെടുന്ന പൗരോഹിത്യം ഈ സമൂഹത്തിൽ, ഈ ലോകത്ത് ബാക്കിയാകുന്നിടത്തോളം കാലം ഇവിടെ കള്ളസ്വാമിമാർക്കും അതുപോലെ തന്നെ കള്ളത്തങ്ങന്മാർക്കും അതുപോലെ കള്ളശേഖന്മാർക്കും കള്ളബീവിമാർക്കും മതവാണിഭക്കാർക്കും ആൾദൈവങ്ങൾക്കും ഇവിടെ ഇടമുണ്ട്. ഈ രൂപത്തിൽ പ്രവർത്തിക്കുന്നു എന്ന് മാത്രമല്ല, ഇവിടെ എല്ലാം കാണുന്ന ഒരു പ്രതിഭാസം. എന്താ ഇവിടെ എല്ലാം കാണുന്ന പ്രതിഭാസം? മഹാ ഐക്യമാണ്. ഇവിടെ വർഗീയതയില്ല. ഈ ചൂഷണത്തിൽ യാതൊരുവിധ വർഗീയതയുടെ കറയുമില്ല. നേരെ മറിച്ച് ഇവിടെ എല്ലാവരും ഐക്യത്തിലാണ്. ചൂഷണത്തിന്റെ കാര്യത്തിൽ, ഈ അക്രമത്തിൽ, ഈ അനീതിയിൽ, ഈ വിശ്വാസരാഹിത്യത്തിൽ, ഈ തോന്നിവാസത്തിൽ മനുഷ്യരൊറ്റക്കെട്ടാണ്. അവിടെ വർഗീയതയില്ല. അതുകൊണ്ടാണല്ലോ ഒരു വലിയ മാനസിക രോഗി, അമ്മദായി എന്ന പേരിൽ അറിയപ്പെട്ട ഒരു വലിയ മാനസിക രോഗി, ആ മാനസിക രോഗിയുടെ മുന്നിൽ പോയി തലകുനിക്കാനുണ്ടായിരുന്നത് നമ്മുടെ നാട്ടിലെ അറിയപ്പെട്ട, ഇന്ത്യ രാജ്യത്ത് ജീവിക്കുമ്പോൾ തന്നെ നമ്മുടെ മുൻ മന്ത്രി എന്ന് പറയുമ്പോൾ തലകുനിച്ച് അപമാനത്തോടെ മാത്രം പറയട്ടെ, നമുക്ക് മുമ്പ് കഴിഞ്ഞുപോയ അല്ലെങ്കിൽ നമ്മെ കുറച്ചു കാലം ഭരിച്ച ഒരു മുൻ മന്ത്രി പോയി തലകുനിച്ചത്. ആ മുൻ മന്ത്രി തലകുനിക്കുമ്പോ അവിടെ പൂജ നടത്തിയൊരു മുസ്ലിം അവിടെ തികഞ്ഞ ഐക്യമാണ്, തികഞ്ഞ ഒത്തൊരുമയാണ്. അത് കൃത്യമായി നാം കണ്ടോളൂ. ആരോപണങ്ങൾ എന്തെങ്കിലും തെളിവുകൾ ഉണ്ടെങ്കിൽ ഞാൻ അവിടെ പോയി എന്ന് പറഞ്ഞ് ഞാൻ പോയിട്ടുള്ളതാണ്. ഞാൻ ആധ്യാത്മിക ആചാര്യന്മാരുടെ അടുത്തൊക്കെ ധാരാളം പോകുന്നതാണ്. തെറ്റെന്താ ഉള്ളതില്? ഞാൻ ആധ്യാത്മിക കാര്യങ്ങൾ വിശ്വാസമുള്ള ആളാണ്, ഞാൻ വിശ്വാസിയാണ്. അതുകൊണ്ട് ആധ്യാത്മിക ആചാര്യന്മാരെ കാണുന്നതിൽ തെറ്റെന്താ ഉള്ളത്? വളരെ സ്വാഭാവികമായിട്ടുള്ള കാര്യമല്ലേ? അതിലെന്തെങ്കിലും കൃത്രിമമായിട്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് വന്നാലാണ് ആരോപണം വരുന്നത്. അപ്പൊ അത് അങ്ങനെ പ്രശ്നം വരുന്നില്ല. ബി.ജെ.പി. നേതാവ് ഒ. രാജഗോപാൽ പറഞ്ഞ ദൈവിക ചൈതന്യമുള്ള അമ്മദായ ഇപ്പോൾ തട്ടിപ്പ് കേസിൽ 1-ാം പ്രതിയാണ്. ആശ്രമത്തിലെ ഉത്സവത്തിൽ ഒ. രാജഗോപാൽ പങ്കെടുത്തത് ഏറെ വിവാദമായിരുന്നു. ശിവസേന നേതാക്കളും അമ്മയുടെ കടുത്ത ഭക്തന്മാരാണ്. മാത്രമല്ല, ആശ്രമത്തിനു വേണ്ടി പല ശുപാർശകളും നടത്തിയിരുന്നത് സംഘപരിവാർ നേതാക്കളാണ്. അമ്മദായയുടെ ഇടപാടുകളെ കുറിച്ച് പരാതികൾ ഉയർന്നതോടെ സംഘപരിവാർ നേതാക്കൾ മൗനത്തിലാണ്. അതേസമയം ദൈവിക ചൈതന്യമുണ്ടെന്ന് പറയുന്ന അമ്മയെക്കുറിച്ച് ഞെട്ടിക്കുന്ന പരാതികളാണ് ലഭിക്കുന്നത്. വിജയകുമാരി എന്ന ജയ 7 വർഷം മുമ്പാണ് അമ്മദായയായി അവതരിച്ചത്. ആദ്യ ഭർത്താവ് കൽപ്പണിക്കാരനായ ഷാജികുമാറാണ്. പിന്നീട് ഭർത്താവിന്റെ അനുജൻ സുശീൽ കുമാറിനെയും ഇവർ വിവാഹം ചെയ്തു.
രണ്ടും നിയമവിധേയമല്ല. മറ്റൊന്ന് മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഷഹീറാണ് ഇവിടുത്തെ പൂജാരി. കണ്ണൻ എന്നാണ് ഇയാൾ അറിയപ്പെടുന്നത്. പരാതിക്കാരനായ സിയാദ്. പക്ഷേ അത് അദ്ദേഹത്തിനെ കണ്ട മുസ്ലിമാന്ന് പറയത്തില്ല. പുള്ളി ചന്ദനവും എല്ലാം ധരിച്ച് നിൽക്കുന്നതാണ്, പൂണൂലും കൊണ്ടും ധരിച്ച് നിൽക്കുന്നതാണ് നമ്മൾ കണ്ടത്. വിചിത്രമായ ആചാര രീതികളുള്ള അമ്മദായയ്ക്ക് മാനസിക രോഗ ലക്ഷണങ്ങളുണ്ടെന്ന നിഗമനത്തിലാണ് പോലീസ്. സുനിൽ ബേബി, കൊല്ലം, ഇന്ത്യ വിഷൻ. കണ്ടോ? അപ്പോ ഒരാൾക്ക് ആൾദൈവം ആകണമെങ്കിൽ മിനിമം വേണ്ട ക്വാളിഫിക്കേഷൻ, യോഗ്യത, മാനസിക രോഗ. നല്ല ചാൻസ് ആണ്. അങ്ങനെ മാനസിക രോഗത്തിന് അടിമപ്പെട്ടാല് പിന്നെ അവന് ദൈവമാകാം, ആൾദൈവമാകാം. പിന്നെ അവന്റെ മുന്നിൽ കുനിഞ്ഞു നിൽക്കാൻ മന്ത്രി വരും. പിന്നെ തൊഴുവാനും അതുപോലെ തന്നെ ഈ രൂപത്തിലുള്ള ചടങ്ങുകൾ നടത്താനും വലിയ വലിയ കേമന്മാരും വലിയ വലിയ ആളുകളും ആ സ്വാമിമാരും അവിടെ എത്തും. ഒരു പ്രശ്നമില്ല, അവിടെ ഐക്യാണ്. ആ രൂപത്തിൽ ആരെങ്കിലും വന്നാൽ അവിടെ പൂജ നടത്താൻ വേണ്ടി മുസ്ലിം ഉണ്ടാവും. ഹരിന്താ സമതാന്ന് വിശ്വസിക്കാതിരുന്ന പോലെ. അമ്മതായി സമതല്ല, ഇലാഹല്ല, ദൈവമല്ല, ദൈവാവതാരമല്ല. പിന്നെയോ അതൊരു ഭ്രാന്താണ്. പിന്നെ ഇതോ നമ്മളിപ്പോ തൽക്കാലം ഒന്ന് മണിയടിച്ച് നിൽക്കാണ്. തൽക്കാലം മണിയടിച്ച് നിൽക്കാൻ അങ്ങനെ ചിന്തിച്ചാൽ മതിയല്ലോ, പ്രശ്നമൊന്നുമില്ലല്ലോ. ഇന്ദൂറത്തി കുല്ലും ജായിസ്, പ്രയാസത്തിനായ എല്ലാ അനുവദനീയാണല്ലോ. ആ രൂപത്തിൽ ഹുക്കുമകൾ കണ്ടെത്തിയിട്ട് ഈ രൂപത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘമുള്ളപ്പോ തികച്ചും ഈ സമൂഹത്തെ മാറ്റണ്ടേ? ഈ സമൂഹത്തെ മുച്ചൂടും എടുത്തു മാറ്റണ്ടേ? ഇവിടെ മന്ത്രിമാരടങ്ങുന്ന, രാഷ്ട്രീയ നേതാക്കന്മാരടങ്ങുന്ന, വലിയ വലിയ ആളുകളടങ്ങുന്ന ഈ രൂപത്തിലുള്ള ഈ മുന്നണിയെ ഇല്ലായ്മ ചെയ്യേണ്ട ബാധ്യത ഈ സമൂഹത്തിനില്ലേ? എന്തു പറ്റി മനുഷ്യർക്ക്? എന്തേ മനുഷ്യരിങ്ങനെയായി? എന്തേ മനുഷ്യർ ഇത്ര അധമന്മാരായി? മാനസിക രോഗം ബാധിച്ച ഒരാൾ കോപ്രായം കാട്ടിന് വരും. അതിന്റെ പുറകിൽ പോയി തൊഴുതുകൊണ്ട് നിൽക്കല്ല, അവിടെ പോയി പൂജ നടത്തല്ല. അതല്ല മനുഷ്യൻ ചെയ്യേണ്ടത്. പക്ഷേ ദൗർഭാഗ്യമെന്ന് പറയട്ടെ, വളരെയധികം വേദനയോടുകൂടി പറയുന്നു, ഈ മുസ്ലിം സൊസൈറ്റി ഈ രൂപത്തിലുള്ള എല്ലാ തോന്നിവാസികൾക്കുമെതിരെ, ഈ രൂപത്തിലുള്ള എല്ലാവിധ ആൾദൈവ സമ്പ്രദായങ്ങൾക്കുമെതിരെ, ദൈവനിഷേധത്തിനെതിരെ ശക്തമായി നിലകൊള്ളേണ്ട മുസ്ലിം സൊസൈറ്റി എന്തുകൊണ്ടിങ്ങനെയായി? ഇതൊറ്റപ്പെട്ട ഒരു ഷഹീദിന്റെ കഥയല്ല, ഇതൊരൊറ്റപ്പെട്ട വ്യക്തിയുടെ കഥയല്ല. നേരെ മറിച്ച് ആ ദൈവങ്ങളുടെ മുന്നിൽ കുമ്പിടുന്ന ഒരു സമൂഹം, ആ സമൂഹത്തിന്റെ മുൻപന്തിയിൽ മുസ്ലിം സമൂഹമുണ്ട് എന്ന തിരിച്ചറിവ് ഒരു മുസ്ലിമിന് വേദനയുണ്ടാക്കണം, ഒരു മുസ്ലിമിന് പ്രയാസം ഉണ്ടാക്കണം. ആ വേദന മനസ്സിൽ നിറച്ചുകൊണ്ടാണ് അടുത്ത രംഗം നിങ്ങൾ കാണേണ്ടത്. കണ്ടോളൂ. Amman, as she is a loving addressed by millions of her to world peace around the world, is a unique spiritual leader of India. I heard about her a long time ago, but this is I know that yes, is a great occasion of celebration for Amman's followers in Dubai.